നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രണ്ട് ചാനലുകളിലും ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ ലൈവായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷെ അതിനുശേഷം നമ്മൾക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നു. അതിനുശേഷമുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യുവതിയും മൂന്ന് കുട്ടികൾ എന്ന് പറയുമ്പോൾ അതില് ഒരു കുട്ടിക്ക് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന ആ ഒരു വിഷയം അവരുടെ ആ ചികിത്സാർത്ഥം ഒരു ആവശ്യത്തിന്റെ മുന്നിലേക്ക് വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക്. പക്ഷെ അതിലേക്ക് കുറച്ച് കാശൊക്കെ വന്നു. പക്ഷെ അത് നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ടുകളൊക്കെ കൊടുത്തത് ഇവർക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടും ഇവർ അഡ്മിറ്റഡ് പേഷ്യന്റ് ആയതുകൊണ്ടും തന്നെ എന്റെ പേഴ്സണൽ ജിമെയിൽ അക്കൗണ്ടും പിന്നെ ഞാനും ജാമിദ ടീച്ചറുമുള്ള ജോയിന്റ് അക്കൗണ്ടുമാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഗൂഗിൾ പേയില് ഇന്നത്തെ കേന്ദ്ര നിയമപ്രകാരം RBI റൂൾ പ്രകാരം 100 ട്രാൻസാക്ഷനിലധികം വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗൂഗിൾ പേയിലേക്ക് പരിമിതമായിട്ടുള്ള സംഖ്യകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു പരിധി വരെയുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് അവരുടെ MRI സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവരുടെ MRI സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം അവർക്ക് സർജറിയും മറ്റു കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും ആ വിശദ വിവരങ്ങൾ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ടീച്ചർ നേരിട്ടാണ് ഇതെല്ലാം അവിടെ ആ പേഷ്യന്റിന്റെ കൂടെ തന്നെ, ആ യുവതിയുടെ കൂടെ തന്നെ പോയി ചെയ്യുന്നത്. ടീച്ചർ, എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്സുകൾ? എങ്ങനെയൊക്കെയാണ്? ആദ്യം സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം, അതായത് 2016 ഇവരുടെ രോഗം കണ്ടുപിടിച്ചപ്പോൾ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് അവരത് ചെയ്തില്ല. വീണ്ടും വീട്ടുജോലികൾ ചെയ്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. കാരണം ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ 3 കുഞ്ഞുങ്ങളും ഈ സ്ത്രീയും പിന്നെ വൃദ്ധയായിട്ടുള്ള പാവം അമ്മയും ഉണ്ട്. അവർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ആളല്ല, ഭർത്താവുമില്ല. അപ്പോ അവർക്കും കൂടി കൊടുക്കണം, അവർക്കും കൂടി അന്നം കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർക്ക് വീട്ടുജോലിക്ക് പോയേ മതിയാകത്തുള്ളായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പൊക്കുമ്പോൾ പോലും ഷോൾഡർ പെയിൻ ആയിരിക്കുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴേക്കാണ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മോൾഭാഗം മാത്രം ചെയ്യണമെങ്കിൽ 6000 രൂപ MRI. അപ്പൊ അവർക്ക് അത് ഇല്ലാത്തത് കൊണ്ട് പകുതി ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നു. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 100 രൂപ ചാലഞ്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകരിൽ ചിലരെങ്കിലും മനസ്സിലാക്കി 100 രൂപ ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പൊ പല ആളുകളും എന്നോട് വാട്സാപ്പിലൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയല്ല, അവർക്ക് വലിയൊരു സർജറിയുടെ ആവശ്യമുണ്ട്. അപ്പോ നട്ടെല്ലിന്റെ ഭാഗത്തായിട്ട് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഈ ട്യൂമറുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്നല്ല, മുകളിലെ ഈ തോളിന്റെ അവിടെ ആയിട്ട് 3 ഉണ്ട്. അതുപോലെ താഴെ നിൽക്കുന്നത്, നട്ടെല്ലിന്റെ അവിടെ നിൽക്കുന്നത് ഭയങ്കര പ്രയാസമുള്ളതാണ്. അത് അവിടെ ഒരു പക്ഷെ സർജറി ചെയ്താൽ പോലും 50-50 ചാൻസ് ആണെന്ന് മാത്രമല്ല, അവർക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഡിഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു പക്ഷെ പിന്നെ സ്ട്രോക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോ പ്രേക്ഷകര് തന്ന പൈസ സത്യസന്ധമായിട്ട് തന്നെ, നമുക്ക് അവരുടെ പൈസയൊന്നും വേണ്ട, നമ്മൾ ആ പൈസ അവരെ കാണിച്ച് അവർക്ക് ആ പൈസ കൊടുത്ത് അവരെ കൊണ്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന കുട്ടികളുടെ പഠന ചെറിയ സൗകര്യങ്ങൾ, സ്കൂൾ തുറക്കുകയാണല്ലോ, അതൊക്കെ അവരെ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിപ്പിച്ച് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി MRI ചെയ്തപ്പോഴാണ് അറിയുന്നത് സർജറി കൂടിയേ തീരും. കാരണം അവർക്ക് കഴുത്ത് അനക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, ഒരു ബെൽറ്റ് ഇട്ടിരിക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ കഴുത്തുള്ളത്. അപ്പൊ കിടക്കണം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പാല് കുടിക്കുന്ന ചെറിയൊരു പൈതലും കൂടിയുണ്ട്. അപ്പോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആധാരം പണം ഇരിക്കുവാണ്. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വസ്തുതകളാ. അപ്പോ ആധാരം പണയം ഇരിക്കുന്നു. 1.5 വർഷമായിട്ട് 1 രൂപ പോലും അടച്ചിട്ടില്ല. അത് ഏതാണ്ട് 2 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതും, അതുപോലെ സർജറിക്ക് ഒരു 3-3.5 ലക്ഷം രൂപയോളം വേണ്ടി വരും ഒരു സർജറിക്ക്. അപ്പോൾ നട്ടെല്ലിന്റെ അവിടെ ഉള്ളതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ വലിയ ഒരു തുക നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സമാഹരിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ വീട് മേൽക്കൂരയില്ലാത്ത വീടാണ്. ഇനി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു വീടാണ്. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ ഈ പ്രശ്നങ്ങളോടും പ്രതിസന്ധിയോടും രോഗത്തോടും ദാരിദ്ര്യത്തോടും പട്ടിണിയോടും ഒക്കെ പടവെട്ടിയിട്ടാണ് അവര് വീട്ടുജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോ അവിടെയും അവർക്ക് പരാജയപ്പെട്ടു പോയി. അപ്പൊ കണ്ണീരുകൊണ്ട് മുഖം കഴുകുന്ന സാഹചര്യത്തിലാണ് അവര് വന്ന് എന്നെ കാണുന്നത്. എന്നെ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചാരിറ്റി വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സങ്കടവും വിഷമവും കണ്ടിട്ട് അവർക്ക് ഇനി മുട്ടാൻ ഒരു വാതിലും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കാണ്, പൈതലുകളെയും കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ട് അങ്ങനെ 2 ദിവസം ഇവിടെ നിന്നിട്ടാണ് പോകുന്നത് തന്നെ. അപ്പൊ അവരുടെ ആ ഒരു പരാധീനത കണ്ടപ്പോ എനിക്ക് ഇന്നത്തെ കാലത്ത് തയ്ച്ച്
കീറിത്തയ്ച്ച് തുണികൾ ഇടുന്ന ആളുകളൊക്കെ അപൂർവമായിട്ടേ ഉണ്ടാകത്തുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്ത് പോകാൻ, നമ്മളിരുന്ന് ചിലപ്പോ ഒരു വീഡിയോ ചെയ്താൽ നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ഒരുപാട് പേര്, അവരിൽ ആരെങ്കിലും ഒന്ന് കൈപിടിച്ചാൽ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ അവർ ഈ സർജറി ചെയ്യാതെ തുടർന്നു പോയാല് അവർ കിടപ്പിലാകാനാണ് സാധ്യതയുള്ളത്. മരിക്കത്തുമില്ല എന്ന ട്രീറ്റ്മെന്റ് ഫലവത്താകത്തുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തുന്നതിനേക്കാൾ നമ്മൾ എല്ലാവരും കൂടി ഇപ്പം ഒന്ന് കൈ മുറുക്ക പിടിച്ചാല് ആ 3 മക്കളും ഈ സ്ത്രീയും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എത്രയോ ആളുകൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അതിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റ്സുമായിട്ട് വരാറുണ്ട്. എന്റെ അനിയനായിരുന്നു, എന്റെ അനിയത്തിയായിരുന്നു, എന്റെ ചേച്ചിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു അനുശോചനം അറിയിക്കുകയോ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു 1000 രൂപ കൊണ്ടു കൊടുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു 500 രൂപ ഒരു പക്ഷെ 4 ജീവനുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും. പിന്നെ ഇന്ന് എല്ലാവർക്കും അഭിമാനം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അവരുടെ മുഖം നമ്മൾ ചെറിയ രൂപത്തിലൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ കലാകായിക മേഖലകളിലൊക്കെ നല്ല മികവ് പുലർത്തുന്ന, പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കുട്ടി. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഇതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുമായിട്ട് വരുന്നവരെ ഒന്ന് മനസ്സിലാക്കണം, അവരിത് കാണുന്നുണ്ട്. ഈ രോഗിയായ സ്ത്രീ മരണത്തിലേക്ക് പോകാതിരിക്കാനും ആ കുഞ്ഞുങ്ങളെ ഒന്ന് താങ്ങി നിർത്താനും വേണ്ടിയാണ് നമ്മളോടൊരു യാചനയുമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുത്. ഒരു പൈസ പോലും കൊടുത്ത് സഹായിക്കുന്ന ആളുകളല്ല ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ അനാവശ്യങ്ങളും നെഗറ്റീവുകളും എഴുതുന്നത്. അവരുടെ പേരുകൾ കണ്ടാൽ നിങ്ങൾക്ക് അവരുടെ മതം മനസ്സിലാകും. അതായത് പ്രത്യേകിച്ച് ബൈജു പറഞ്ഞു ഒരു ഹിന്ദു യുവതിയും 3 മക്കളും എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിന്റെ താഴെ ഒരു കമന്റ് വരുവാണ്, ഒരിക്കലും ഇവർക്ക് 1 രൂപ പോലും കൊടുക്കരുത് എന്ന്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു രോഗിയാണ്, 3 കുഞ്ഞുങ്ങളുണ്ട്, നാളെ ഇത് നമ്മുടെ കുടുംബത്തിലും സംഭവിക്കാം. ഇന്ന് നടക്കുന്ന എല്ലാവരും നാളെ കിടക്കുന്ന ഒരു സമയം വരുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്ന് ഒരു പക്ഷേ നമ്മൾ എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളുടെ നെറുകയിലുമായിരിക്കും. ഒരു സെക്കൻഡിന്റെ പകുതി പോലും വേണ്ട നമുക്കൊക്കെയും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരാൻ. ചിലപ്പോൾ 1 കോടി ഉണ്ടെങ്കിൽ 1 രൂപ പോലും അതിനകത്ത് നമുക്ക് ഉപകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ ഇന്ന് നമുക്കൊന്നും സംഭവിക്കാനില്ല. നമ്മൾ എത്രയോ പൈസ പല രൂപത്തിലും ചെലവഴിക്കുന്നവരാണ്. അതിലൊരു പൈസയായിട്ട് കണ്ട് ഈ 3 കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങൾ ഓർത്താൽ മതി. 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് അച്ഛനിൽ അമ്മയും കൂടി നഷ്ടപ്പെട്ടാല്, കിടപ്പാടവും കൂടി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളും അത് എവിടെ പോയി ജീവിക്കും, അതിനെ കുറിച്ചിട്ട് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ദയനീയമായിട്ടുള്ള സാഹചര്യവും ആ കുടുംബത്തിന്റെ പട്ടിണിയും ആ രോഗിയുടെ വേദനയും ഡോക്ടർ പറഞ്ഞ സർജറിയുടെ വിശദാംശങ്ങളും എല്ലാം നല്ലവരായിട്ടുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുവാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം, അവര് ജീവിക്കണോ അതോ മരിക്കണോ, അതോ ഒരു ഗുളിക പോലും വാങ്ങാനുള്ള പണമില്ലാത്തതിന്റെ പേരില്, അതല്ലെങ്കിൽ സർജറി ചെയ്യാനുള്ള പണമില്ലാത്തതിന്റെ പേരില് ഞാൻ ഇവിടെ കിടന്ന് നീറി മരിക്കണോ എന്നുള്ളത് അവരുടെ ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ വേണം അത് ഒന്ന് ഉരുത്തിരിഞ്ഞ് റെഡിയാക്കി ഒന്ന് എടുക്കാൻ. അവരെന്ത് ചെയ്യണം, മരിക്കണോ ജീവിക്കണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ യുവതിയുടെ, ആ പേഷ്യന്റ് ആയിട്ടുള്ള ആ അമ്മയുടെ സഹോദരിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കണം. നോക്കൂ, ഇവിടെ മുഖം കാണിക്കുന്നില്ല, അഡ്രസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിക്കാനുള്ളത്, താങ്കളുടെ സഹോദരിയായിരുന്നെങ്കിൽ, താങ്കളുടെ മകളായിരുന്നെങ്കിൽ, താങ്കളുടെ അമ്മയായിരുന്നെങ്കിൽ ഇത് ചോദിക്കുമോ എന്ന് തന്നെയാണ്. അവിടെ അമ്മ എന്നുള്ളത് ഉമ്മയായിട്ടോ അല്ലെങ്കിൽ മമ്മിയായിട്ടോ എന്ന് തന്നെ നിങ്ങൾ കണക്കാക്കുക. അതുകൊണ്ട് ആ അമ്മയുടെ വാക്കുകൾ, കുറച്ച് വാക്കുകളുണ്ട്, അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഓടി വരാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മതവിമർശനമായിട്ടൊന്നുമല്ല. ഇതിന്റെ താഴെയും തെറി കമന്റുമായിട്ടേ പല ആളുകളും വരത്തുള്ളൂ എന്നറിയാം. അതൊരു തരം മാനസിക വൈകല്യമാണ്. അവരെ നമ്മൾ അവരുടെ വഴിക്ക് വിടുന്നു. ഇപ്പോ ഒരു സ്ത്രീ, നിരാലംബയായ സ്ത്രീ, നിസ്സഹായയാണ്. അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പെട്ടെന്ന് 2016 പ്രത്യക്ഷപ്പെട്ട ഒരു ട്യൂമർ അത് വളർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് കഴുത്തിന് ചുറ്റും അങ്ങനത്തെ മുഴ പ്രത്യക്ഷപ്പെട്ട് അതൊരു ട്യൂമറായിട്ട് വളർന്നത് ബഡ്ജായിരുന്നു. പിന്നീട് കൈയും കാലും ഒന്നും പൊക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 2 വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം 3 മക്കളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഒരുപാട് വസ്തുതകൾ നിങ്ങളോട് പറഞ്ഞതാണ് മുമ്പ്. അപ്പോൾ ഇവരുടെ പേരിലുള്ള അക്കൗണ്ട് എവിടെ, ഇവരുടെ പേരിലുള്ള അക്കൗണ്ട് എവിടെയെന്ന് ചോദിക്കുന്നത്, അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല. അതുകൊണ്ട് തൽക്കാലം അവർ തന്നെ കാര്യങ്ങൾ പറയും. അവരുടെ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ശ്യാമള എന്നാണ് അവരുടെ അമ്മയുടെ പേര്.
പിന്നെ പല ആളുകൾക്കും മുഖം വെളിപ്പെട്ടാലേ പറ്റൂ എന്നുണ്ട്. അപ്പം ഞാനൊരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിനകത്ത് നിങ്ങൾ വിളിച്ചിട്ട് അവരെ ചെന്ന് കണ്ടവരെ സഹായിക്കാൻ നിങ്ങൾ തൽപരരാണെങ്കിൽ അതിനും നമ്മൾ വില്ലിങ് ആണ്. ഓക്കെ. പിന്നെ എല്ലാവർക്കും അഭിമാനം ഒന്നുപോലെ തന്നെയല്ലേ? അപ്പോ അവരുടെ മക്കൾക്ക് ഇനിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. തെണ്ടി തെണ്ടി എന്നുള്ള വിളിപ്പേര് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നാടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചു ഒരു പക്ഷം ആളുകള് 100 രൂപ ചാലഞ്ച് ആണെന്ന്. അപ്പൊ കുറച്ച് പൈസ വന്നപ്പോഴേക്ക് അക്കൗണ്ട് അങ്ങോട്ട് ബ്ലോക്ക് ആയിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കഴുത്തിന് ബെൽറ്റ് ഇട്ടിരിക്കുവാണ്, അനങ്ങാൻ പറ്റില്ല. അപ്പോൾ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ പറയും എന്താണെന്ന് അവരുടെ അവസ്ഥ. എനിക്കിത് തുടക്കത്തില് ഒരു 2008 2009 ഒക്കെ ആയപ്പോഴത്തേക്ക് നടുവേദനന്റെ ആയിട്ട് തന്നെ വന്നിന്. അപ്പൊ നടുവേദന വന്നിട്ട് നമ്മള് സാധാരണ എല്ലാരും പറയും എന്താ നമ്മള് പണി എടുക്കുന്നതിനെ കൊണ്ട് ഒരിക്കലും പ്രസവിച്ചിട്ട് അടങ്ങി കിടക്കായിട്ടേക്കും അങ്ങനെ നടുവേദന വരുന്നത്. പിന്നെ വേദന വന്ന് 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 നമുക്ക് എന്താ പറയാ ഈ വാരിയലൊക്കെ അല്ലേ ഇങ്ങനെ ഒടിഞ്ഞ് നുറുങ്ങുന്ന പോലെ ആയിപ്പോ. അങ്ങനെ നമ്മള് കുനിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിവരാൻ പറ്റൂലേ. നിവർന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കും നിവരാണെങ്കിൽ നമ്മൾ ഈ എല്ലും ഇങ്ങനെ പൊട്ടിപ്പോയാലോ എന്നുള്ള ഒരു ഇതേക്കും. അങ്ങനെ നമ്മളെ ഓർത്തോനെ കാണിക്കൂ. ഇവരെന്ത് ചെയ്യും, നടുവേദനന്റെ മരുന്ന് തരും, നമ്മൾ കുടിക്കും. പിന്നെ MRI അന്ന് സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികത്തോണ്ട് എനിക്ക് അന്ന് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അത് കൂടി 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 നമ്മളെ ശ്രദ്ധിക്കൂല. നടുവേദനയ്ക്ക് ഉള്ള വേദനന്റെ മരുന്നൊക്കെ കുടിക്കും. ഇങ്ങനെ കൊണ്ടുപോകും. കുറെ കാലം കഴിഞ്ഞേരെ നമുക്ക് ഇരുന്നൊരു പണി ചെയ്യാൻ പറ്റൂല, മീൻ മുറിക്കാൻ പറ്റൂല, നിന്നിട്ട് കുറെ ചെയ്യാൻ പറ്റൂല, തുണി അലക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ കുഴഞ്ഞുപോയി തീരെ എണീക്കാനൊന്നും പറ്റാണ്ട് വേദന വന്ന് വന്ന് ഫസ്റ്റ് ഇങ്ങനെ വരും. അങ്ങനെ അറിയോ, ഈ നമ്മള് ഇരുന്നൊക്കെ ചെയ്യണമെങ്കിൽ അരയിൽ അങ്ങനെ ഒരു ചൂട് ഇങ്ങനെ വരും. ചൂട് വന്നു കഴിഞ്ഞാല് പിന്നെ കുറച്ചു നേരത്തേക്ക് ഭയങ്കര പുകച്ചിലേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നട്ടലിന്റെ മുകളിലേക്ക് അങ്ങനെ തരിപ്പ് കയറും. തരിപ്പ് കയറിയാൽ പിന്നെ ഈ വാരീന്റെ മുകളിലേക്കും ഒക്കെ കയറി പിന്നെ ഈ നിക്കുന്ന പൊസിഷന് അനങ്ങാൻ പറ്റൂല. അതുപോലത്തെ വേദനയ്ക്കും. അങ്ങനെ ഡോക്ടർ എന്താ പറഞ്ഞു? അങ്ങനെ ആയിട്ടാണ് മേഡം ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോയി പിന്നെ ഓർമ്മ ഇല്ലാണ്ടായി ഇപ്പൊ നന്നായിട്ട് കുഴഞ്ഞുപോയി. അതിനെ കൊണ്ടുപോയി പിന്നെ എന്തൊക്കെയോ കാണിച്ച് നമ്മൾ MRI അപ്പോഴത്തേക്ക് 2016 ആയിപ്പോയി. MRI ഒക്കെ എടുത്ത് അപ്പൊ MRI കോൺട്രാസ്റ്റ് ഒക്കെ എടുത്തവരാണ് ഇങ്ങനെ സ്പൈനലിലെ ഒരു അതിന്റെ കൂടെ ഉള്ള ഒരു നെർവില് ഒരു ചെറിയൊരു ട്യൂമർ ഉണ്ട്. അപ്പൊ അതിങ്ങനെ ഇതായി നിൽക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു പറഞ്ഞു നിങ്ങൾ തൽക്കാലം മെഡിസിൻ കഴിക്കുക, സർജറി വേണമെന്ന് അന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അത് എനിക്ക് സർജറിക്കൊന്നും ഞാൻ മെഡിക്കൽ കോളേജിലേനു കാണിച്ചത്. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ലേ കോളേജില്, ന്യൂറോയില്, അവിടെ കാണിച്ചത്. പിന്നാണ് MMCയിലേക്ക് വന്നത്. അത് നമ്മളെ എന്താ ഹോസ്പിറ്റലിൽ പോകുമ്പോ പല ഡോക്ടർമാരായിരിക്കും OPയിൽ. ഇപ്പൊ ഓരോരുത്തർ ഓരോ മരുന്ന് തരുമ്പോ നമ്മളെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാണ്ടായിപ്പോ. അപ്പൊ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ തന്നെ ആയിട്ടാ കാണിക്കല്. ഇപ്പൊ ഈ ഇത് കൂടി പിന്നെയും വേദന വന്നതൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്കിനൊക്കെ പ്രശ്നം വന്ന് ഡിസ്കിനൊക്കെ ഇളക്കം വന്നിട്ടുണ്ട്. ഇപ്പൊ അധികം ഒരു ജോലിയൊന്നും ചെയ്യരുത്. ഇപ്പൊ എനിക്കിപ്പം നമ്മളെ കഴുത്ത് തിരിച്ചു നോക്കാൻ പറ്റൂല, അധികം മേലെ അനങ്ങാൻ പറ്റൂല. നമ്മൾ എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാല് അപ്പോഴേക്കും നമുക്ക് വേദന അതൊക്കെ പണിക്കും കൂടിയും പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു സർജറി എന്തായാലും ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്തെങ്കിൽ തന്നെ ഒരു 50-50 ചാൻസ് ഒക്കെ പറഞ്ഞ എണീറ്റ് നടക്കുന്നതിന്. ഇനി നടന്നാലും എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ജീവിതാവസാനം വരെ ഇങ്ങനെ വേദന സഹിച്ച് ഈ പെയിൻ കില്ലർ കഴിച്ച് അങ്ങനെ പോവാ. അല്ലെങ്കിൽ സർജറി ചെയ്യുക. അതോ ഒരു 3 ലക്ഷത്തിന്റെ അടുത്തോളം ഒറ്റ സർജറിന്റെ ചെലവ് വരും. അപ്പൊ ചെയ്താൽ തന്നെ പിന്നെ ഒരു 5-6 മാസത്തിന്റെ മേലെ അതിന്റെ ഫിസിയോതെറാപ്പിയും അതൊക്കെ അങ്ങനെ ഒരു മുടക്കവും ഇല്ലാണ്ടൊക്കെ കൊണ്ടുപോകണമെന്നാ. അപ്പൊ എന്റെ സാഹചര്യത്തില് എനിക്ക് അതിനൊന്നും പറ്റാത്ത സാഹചര്യ. എനിക്ക് ഇപ്പൊ ഞാൻ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലേല് എന്റെ വീട് പട്ടിണിയായിപ്പോവും. അപ്പൊ നമ്മളൊരു വീട്ടുപണിക്ക് പോയിട്ട് ജീവിക്കുന്ന എനിക്ക് വേറെ ഇപ്പൊ ഒരു പണിക്കും പോവാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമുക്ക് നമ്മളെ ശരീരം അളകാണ്ട് നമ്മളെ കൈ അനക്കാണ്ട് നമുക്കൊരു പണി എടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ എനിക്ക് എന്റെ പേരിൽ അക്കൗണ്ട് ഒന്നുമില്ല. പിന്നെ എനിക്ക് ബാങ്കിലും അങ്ങനെ ഒന്നും പോയി യാത്ര ചെയ്യാനോ അധികം ഒന്നും പറ്റൂല. അതുകൊണ്ട് അമ്മന്റെ പേരിലാണ് അക്കൗണ്ട് എടുത്തത്. അമ്മന്റെ കൂടെയാണ് ഞാൻ. അമ്മയ്ക്ക് കിട്ടിയ എനിക്ക് സ്വന്തം വീടും സ്ഥലമൊന്നുമില്ല. അമ്മന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് നമ്മളെ പേരിലാക്കിയിട്ട് അങ്ങനെ ലൈഫിന്റെ ഒരു വീട് കിട്ടി. അതും കുറച്ചും
അതിന്റെ ഒക്കെ വീടിന്റെ പണിയൊക്കെ ഇനിയും ബാക്കിയൊക്കെ ഉണ്ട്. അമ്മയുടെ പേര് അമ്മന്റെ പേര് ശ്യാമള എന്നാണ്. അമ്മന്റെ പേരിലാണ് ഞാൻ അക്കൗണ്ട്, അമ്മന്റെ പേരിലുള്ള അക്കൗണ്ടിലാണ് എനിക്ക് നിങ്ങളെ സഹായം എന്തെങ്കിലും ചെയ്തു തരണ്ടേ. അത് എനിക്ക് ഇങ്ങനെ അധികം യാത്ര ചെയ്യുമ്പോൾ ശരീരം ഇളകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദന സഹിച്ചിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ മക്കളുണ്ട്. മക്കളും ഇനി മൂത്ത ആള് കുറച്ച് +2 ഒക്കെ കഴിഞ്ഞ ആളാണ്. ഇപ്പൊ മൂത്ത ആളതിന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം. അവനൊരു ജോലിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് പോവാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ അവനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിനും സ്കാനിങ്ങും കാര്യങ്ങൾക്കും മരുന്ന് വാങ്ങാനൊന്നും പൈസ അല്ലാണ്ട് വീടിന്റെ ആധാരം ഞാൻ പണയം വെച്ചതാണ്. അതിപ്പോ പലിശ എല്ലാം കൂടിയിട്ട് 2 ലക്ഷത്തിന്റെ അടുത്തോളം എനിക്ക് പൈസ ആയിന്. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു ജപ്തിക്ക് വന്നിട്ടുണ്ടേന്. അപ്പം നമ്മളെ അവസ്ഥ അറിയുന്നതുകൊണ്ട് നമ്മളെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചൊരു സമയം എനിക്ക് നീട്ടി തന്നിട്ടുണ്ട് ആധാരം പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ അതും ബാങ്കുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളെയും കൊണ്ടിട്ട് തെരുവ് കിടക്കേണ്ടി വരും. ഒന്നുള്ളത് ഒരു പെൺകുട്ടിയാണ്, മറ്റേ ചെറിയ കുട്ടിയാണ്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യല്ലാണ്ട് എനിക്ക് എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇപ്പൊ അമ്മയ്ക്കും പണിക്കൊന്നും പോകാൻ പറ്റാത്ത ആളാണ്, പ്രായമുള്ള ആളാണ്. അപ്പൊ ഞാൻ പോയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ എനിക്കും പോവാൻ പറ്റാത്ത, എന്ത് പണിയെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല, പക്ഷെ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം എന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊന്ന് നിങ്ങളെ സഹോദരിയെ പോലെ കണ്ടിട്ട് എന്നെ ഒന്ന് സഹായിച്ച് എന്റെ മക്കളെങ്കിലും അല്ല എന്റെ ചികിത്സാന്റെ കാര്യങ്ങളെങ്കിലും എനിക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സഹായം. ട്രീറ്റ്മെന്റ് നിന്ന് പോയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ആ വേദന ആയിരുന്നാലും വീട്ടുജോലി ചെയ്തിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആധാരം ബാങ്കിലാണ്, 1.5 വർഷമായിട്ടൊന്നും അടയ്ക്കുന്നില്ല. അതുകൊണ്ട് മുതലും പലിശയും എല്ലാം കൂടെ ചേർന്നിട്ട് ജപ്തിയുടെ വക്കിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോ ട്രീറ്റ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകണം, മക്കളെ പഠിപ്പിക്കാനുണ്ട്. കേരളത്തിന്റെ സുമനസ്സുകളോട് ഇവരുടെ വേദന ഞാൻ വെക്കുവാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കേട്ടല്ലോ, ഈ അമ്മ പച്ചയ്ക്ക് തന്നെ നിങ്ങളോട് പറയുകയാണ്. ഈ അമ്മ അഡ്മിറ്റ് ആയ സമയത്താണ്, ഈ യുവതി അഡ്മിറ്റ് ആയ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സഹോദരിയുടെ മുഖം കാണിച്ചില്ല, ഈ സഹോദരിയുടെ അക്കൗണ്ട് നമ്പർ അല്ല കൊടുത്തത്. VK ബൈജുവിന്റെയും ജാമിത ടീച്ചറുടെയും ഉടായിപ്പാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ ഞങ്ങളും കാണുന്നുണ്ട്. അതോടൊപ്പം ആ സഹോദരിയും കാണുന്നുണ്ട്. ആ സഹോദരി എന്നെയൊക്കെ വിളിച്ച് പറഞ്ഞു, ബൈച്ചേട്ടാ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ തെറി കേൾക്കുന്നു, ടീച്ചർക്ക് എന്തൊക്കെ പഴിയാണ് കേൾക്കുന്നത്, തട്ടിപ്പുകാർ എന്ന പേരൊക്കെ കേൾക്കുന്നു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊക്കെ നമ്മൾക്ക് കേട്ട് കേട്ട് ശീലമുണ്ട്. ഈ പറയുന്നവർക്ക് അത് പറഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈ പറയുന്നത് 8 10 അല്ലെങ്കിൽ 100 1000 ആളുകളാണെങ്കിൽ പോലും അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ നമ്മളോട് സ്നേഹമുള്ള, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് 1000 അല്ല വലുത്, ലക്ഷങ്ങളാണ് വലുത്, ലക്ഷക്കണക്കിന് ആളുകളാണ്, പ്രേക്ഷകരാണ് വലുത്. ആ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമ്മൾ ഇത് വെക്കുകയാണ്. ഇത് ആ സഹോദരിയുടെ, നമ്മുടെ ആ അനിയത്തിയുടെ അതല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയുടെ മകളുടെ അവരുടെ അമ്മയുടെ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്, അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും. കാരണം നമ്മൾ ആദ്യം കൊടുത്തത് അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ പിടിച്ചിട്ട് അവർക്ക് അക്കൗണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന അവരെയും കൊണ്ടുപോയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് റിസ്ക് ആയിട്ട് പോലും എന്റെ അക്കൗണ്ട് നമ്പറും എന്റെയും ജാമിത ടീച്ചറുടെയും ജോയിന്റ് അക്കൗണ്ട് നമ്പറും എന്റെ പേഴ്സണൽ ഗൂഗിൾ പേ നമ്പറും കൊടുത്തത്. നോക്കൂ, എനിക്ക് അതിനുശേഷം എന്റെ ഗൂഗിൾ പേ നമ്പർ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം ഇന്ന് UPI ട്രാൻസാക്ഷൻസിന് കേന്ദ്ര സർക്കാർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം കൊണ്ടുവന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെ ജിഹാദികൾ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ പേരും പറഞ്ഞ് 5 6 ലക്ഷത്തിന് വേണ്ടി പിരിക്കുക, കോടിക്കണക്കിന് രൂപ ക്രൗഡ് ഫണ്ടിങ് ആണ് എന്നുള്ളതും, അതിലൂടെ പിരിക്കുന്ന ആ കോടിക്കണക്കിന് രൂപയിൽ നിന്ന് 5 10 ലക്ഷം ഈ പാവം പിടിച്ച രോഗിക്ക് കൊടുക്കുകയും ബാക്കി കോടിക്കണക്കിന് രൂപ സ്വന്തം കയ്യിലേക്ക് വാങ്ങിയെടുക്കുകയും ചെയ്തുകൊണ്ട് അത് ജിഹാദി പ്രവർത്തനത്തിനും രാജ്യദ്രോഹത്തിനും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടും RBI റൂളുകൾ സ്ട്രിക്റ്റ് ആക്കി, അത്തരത്തിൽ RBIയുടെ റൂളുകൾ പ്രകാരം SB അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരു മാസം നമ്മൾക്ക് എല്ലാവർക്കും 100 ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള SB അക്കൗണ്ട് 2 അക്കൗണ്ടാണ് എന്റേത് ഉണ്ടായിരുന്നത്. ആ 2 അക്കൗണ്ട് ആദ്യം നമ്മൾ ഒരു അക്കൗണ്ട് കൊടുത്തു, അത് ബ്ലോക്കായി. അതിനുശേഷം മറ്റൊന്ന് കൊടുത്തു, അതും ബ്ലോക്കായി. ഇടയ്ക്ക് 1 2 ട്രാൻസാക്ഷൻ വരുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആവും. അങ്ങനെ നിരന്തരം ബ്ലോക്ക് ആയതുകൊണ്ട് ബാങ്കിൽ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു, സർ ഇത് SB അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിന് ലിമിറ്റ് ഉണ്ട്, കറന്റ് അക്കൗണ്ട് ആണ് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ നിയമമോ അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റമോ ഒന്നും
നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സഹോദരിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗത്തിന് വരുന്ന ഈ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ന് ഞാൻ ബാങ്കുകാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു സജഷൻ ഇതാണ്, ആ ലേഡിയുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് ബാങ്കിൽ ഇൻഫോം ചെയ്യുക, അമ്മ കൊണ്ട് അമ്മ തന്നെ എഴുതി കൊടുക്കണം, ഇങ്ങനെ രോഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. അത് ബാങ്കിലൂടെ RBIയിലെ ഈ റൂള് ലഘൂകരിക്കാൻ വേണ്ടി അവർക്ക് ഉപകരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ, ഈ സഹോദരിയുടെ അമ്മ, ആ ശ്യാമള എന്ന് പറയുന്ന അമ്മയുടെ അക്കൗണ്ട് നമ്പർ ആണ് ഇവിടെ വെക്കുന്നത്. അവരുടെ ഗൂഗിൾ പേ നമ്പറും തന്നെയാണ് വെക്കുന്നത്. അല്ലാതെ എനിക്കോ ജാമിദ ടീച്ചർക്കോ നിങ്ങൾ അയക്കുന്ന ഏതെങ്കിലും ഒരു രോഗിയുടെ പേരിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണത്തിനായി കൊടുക്കില്ല. അത് ഞങ്ങളെ വിശ്വസിക്കുന്ന, ഞങ്ങളെ അറിയുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് അറിയാം. പിന്നെ ഇസ്ലാമിക നാമത്തിലും ഫേക്ക് അക്കൗണ്ടിലും വന്നുകൊണ്ട് തന്റെ സഹോദരിക്കോ തന്റെ അമ്മയ്ക്കോ തന്റെ മകൾക്കോ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാതെ ഇത്തരത്തിൽ വൃത്തികേട് എഴുതി വിടുന്ന സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരാതിരിക്കട്ടെ. ആ സഹോദരി ഇതൊക്കെ കാണുന്നുണ്ട്, അവരുടെ കുടുംബം ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കമന്റുകൾ ഒഴിവാക്കുക. നിങ്ങളൊക്കെ പഠിക്കുന്ന കിതാബ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിക്കുന്ന മത ആ ചര്യകൾ ഉണ്ടല്ലോ, ആ ചര്യകൾ ഇവിടെയെങ്കിലും ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ ടീച്ചർ ഇനി എന്തെങ്കിലും കൂടുതൽ? അല്ല, ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. ഒരു അബ്ദുൾ റഹീം എന്ന ഒരു യുവാവ് സൗദി അറേബ്യയിൽ പോയി ഒരു കൊലപാതകം നടത്തിയിട്ട് ഈ കേരളക്കര പിരിച്ചത് 100 കോടിയോളം രൂപയായിരുന്നു. അതിന്റെ താഴെ ഒരൊറ്റ നെഗറ്റീവ് കമന്റ്സ് പോലും ഇവരിട്ടിട്ടില്ല. കാരണം എന്താ? അത് നമ്മുടെ സ്വയജാതിയാണ്. അപ്പൊ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ പോലും ഈ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ കണ്ണട വെച്ച് കാണുന്നതിന്റെ പേരാണ് വർഗീയത. അപ്പോ ഈ വിഷയത്തിലെങ്കിലും ദയവ് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കണം. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടതിൽ ഈ രോഗിയുടെ വിഷയം നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 99.99% ആളുകളും ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളുമാണ് ഈ സ്ത്രീയെ സഹായിച്ചിരിക്കുന്നത്. അപ്പൊ അവര് സഹായിക്കണമെങ്കിൽ ഒരു മുസ്ലിം രോഗിയായിരിക്കണം. എന്നിട്ടും വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് താനും തിന്ന് തറയിലും കളയുന്ന തെണ്ടിത്തരം ദയവ് ചെയ്ത് ഈ വിഷയത്തിലെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടണം. പ്രിയപ്പെട്ടവരെ, മതേതരത്വം അല്ലെങ്കിൽ മാനുഷിക സ്നേഹത്തെയും മറ്റുള്ളതിനൊക്കെ വാഴ്ത്തുന്ന, നിങ്ങൾ പഠിച്ചിട്ടുള്ള കിതാബിനെ കുറിച്ച് നിങ്ങൾ തന്നെ വാഴ്ത്താറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കമന്റ്, ആ കിതാബിൽ നിങ്ങൾ പഠിച്ച സംസ്കാരം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് നാരിഴകേറി പരിശോധിക്കുന്നില്ല. അഭ്യർത്ഥനയുടെ ഭാഷ, അപേക്ഷയുടെ ഭാഷയാണ് ഇവിടെ വെക്കുന്നത്. അല്ലെങ്കിൽ ഞാനോ ടീച്ചറോ ഉപയോഗിക്കുന്ന ഭാഷ ഇത്തരത്തിലുള്ള ആളുകളോട് ഇതല്ല. ഇവിടെ ഈ സഹോദരിയുടെ അസുഖം മാറ്റി ആ 3 മക്കളുടെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തണം. പ്രായമായ ആ അച്ഛനെയും അമ്മയും നോക്കാൻ ആ സഹോദരിക്ക് ജോലി എടുത്തിട്ടായാലും ജീവിക്കാനുള്ള അവസ്ഥ വേണം. ബാങ്കിൽ കിടക്കുന്ന അവരുടെ ആ ഒരു കൊച്ചു കൂരയുടെ ആധാരം എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ കുറെ വിഷയങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നത് ആ പേഷ്യന്റിന്റെ, നമ്മുടെ ആ സഹോദരിയുടെ അമ്മ ശ്യാമള എന്ന് പറയുന്ന ആ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അവരുടെ ഗൂഗിൾ പേയും ആണ്. ഇനി ഈ ഗൂഗിൾ പേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാങ്കിനെ അറിയിച്ചാൽ മതി എന്ന് ബാങ്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം രോഗിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്, മറ്റുള്ള രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനത്തിനുള്ള ക്രൗഡ് ഫണ്ടിങ് അല്ല എന്നുള്ളത് ബാങ്കിന് റിപ്പോർട്ട് കൊടുക്കാമെന്ന് ബാങ്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ വൈകിട്ടാണെങ്കിലും നമ്മൾ ഇത് ഇടുന്നത്. ഇനി ഇതിനെയും സംശയത്തിന്റെ കണ്ണോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക എന്ന ചിന്ത കൂടി ഇവിടെ വേണ്ടതുണ്ട്. അല്ലാതെ എനിക്കും ജാമിദ ടീച്ചർക്കും ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ട് ജീവിക്കേണ്ട യാതൊരു അവസ്ഥയും ഇല്ല എന്നുള്ളത് ഞങ്ങളെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അല്ലാണ്ട് ജീവൻ പോയതിനു ശേഷം അയ്യോ ഞാൻ അവരെ മറന്ന്, നമുക്ക് സഹായിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ആ വാവിട്ട് കരയുന്ന 2 വയസ്സുള്ള കുഞ്ഞടക്കമുള്ള ആ 3 കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് ഒരു വിലയും നമ്മൾക്ക് പിന്നീട് കൊടുക്കാൻ പറ്റില്ല. ഇത് നേരിട്ട് അറിയുന്ന വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നാല് നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമോ, പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമോ, എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷെ വേറൊരാൾക്ക് വന്നാൽ മനസ്സൊന്ന് ഇളകണം. കാരണം അവര് നമ്മളെ പോലെയാണ് വേദന അനുഭവിക്കുന്നത്. അവർക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും വേദനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള കുരുന്നുകളും അവരുടെ കൂടിയുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ നിന്നും ആപത്തുകൾ തട്ടിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. അവരുടെ മുമ്പിലാണ് ഇവരുടെ വേദന വെക്കുന്നത്. ഇത് വളരെ നേർചിത്രം എന്നതുപോലെ അവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. കാരണം ആ സ്ത്രീയും ആ സ്ത്രീയുടെ മക്കളും അവരുടെ അമ്മയും ഇന്ന്
എന്റെ വീട്ടിലുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും മാന്യ പ്രേക്ഷകരെ, നമ്മുടെ സഹോദരിയെ സഹായിക്കുക. ആ മക്കളുടെ അമ്മയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള ശക്തി കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന എത്രയോ രൂപ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് കൊടുക്കുക. കാരണം നമ്മൾക്ക് അറിയില്ല എത്രത്തോളം രൂപ കിട്ടുമെന്ന്. ആ സഹോദരി ചോദിക്കുന്നുണ്ട്, ചേട്ടാ അല്ലെങ്കിൽ ടീച്ചറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കുറച്ച് പൈസ നമുക്ക് കിട്ടിയല്ലോ, അവരോടൊക്കെ എന്റെ താങ്ക്സ് പറയണേ, നന്ദി പറയണേ, കടപ്പാട് പറയണേ എന്ന് പറയുന്നതോടൊപ്പം എന്തിന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവരുടെ ആ മുഖം കാണുമ്പോൾ നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതേ വിഷയം തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് തുടർച്ചയായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തല്ല. അതാണ് അവസ്ഥ. നേരിട്ട് കണ്ണിൽ കാണുമ്പോൾ കണ്ണുനീർ, ആ നിറഞ്ഞൊഴുകുന്ന അമ്മയുടെ ആ കണ്ണുനീർ തുടയ്ക്കാൻ ഞങ്ങൾക്ക് ആവില്ല. അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന കണ്ണുനീർ ഞങ്ങൾ തുടച്ച് മുന്നോട്ട് പോയിരുന്നു. ഞങ്ങളാൽ കഴിയുന്ന ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ സഹായം വാങ്ങി തന്നെയായിരുന്നു ഇത്രയും നാൾ സഹായിച്ചിരുന്നത്. പക്ഷെ ഇനി നമുക്കറിയാലോ, നമ്മളൊക്കെ ആ ഒരു ലിമിറ്റിൽ തന്നെയാണ്, നമ്മളൊക്കെ കുടുംബജീവിതമുള്ളവർ തന്നെയാണ്. സഹായിക്കുന്നതിന്റെ പരമാവധി ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ, സഹോദരങ്ങൾ ഒരുപാട് സഹായിച്ചു. ഇനി ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ഇടുന്നത് മാത്രമേ പറയാനുള്ളൂ. മാക്സിമം സഹായിക്കുക, സഹകരിക്കുക. നമ്മുടെ സഹോദരി ഈ ജീവിതത്തിലേക്ക് വീണ്ടും, ആ മക്കൾക്ക് അമ്മ ആ ഒരു ആരോഗ്യത്തോടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മാക്സിമം പ്രാർത്ഥന വേണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.